ശ്രീ എം ജയചന്ദ്രൻ, ഇവിടെ ജോജി പറയാൻ ഉദ്ദേശിക്കുന്നത് ശ്രമിക്കുന്നത് കോൺഗ്രസിനെ ഈ വിഷയത്തിലേക്ക് വെറുതെ വലിച്ചിഴയ്ക്കുന്നു എന്നതാണ്. അങ്ങനെ വെറുതെ വലിച്ചിഴയ്ക്കുകയാണോ? SIT-യുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നിരന്തരം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലെ നിരർത്ഥകത എന്താണ്? കോടതിയിൽ ഇന്ന് BJP നേതാവിന് ഏറ്റ തിരിച്ചടി, BJP നേതാവിന് അടക്കം ഏറ്റ തിരിച്ചടി എന്താണ് സംസാരിക്കുന്നത്, സംവദിക്കുന്നത്? ഈ ഒരു സാഹചര്യത്തിലല്ലേ മന്ത്രിമാർ പോലും പറയുന്നത് നാളെ ഇനി പ്രതിപക്ഷം എങ്ങനെ പറഞ്ഞ് എന്ത് പറഞ്ഞ് രംഗത്തെത്തുമെന്ന് ചോദിക്കുന്നത് അല്ലേ ശ്രീ ജയചന്ദ്രൻ? ജയചന്ദ്രൻ കേൾക്കുന്നില്ലേ? അജിംഷാദെ, ഈ പിന്നെ കേൾക്കാമോ? എന്നെ കേൾക്കാൻ വയ്യേ? കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, അല്ല, ഇതിലെ പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ജോജി കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ സംസാരിക്കുന്ന ജോജി പറഞ്ഞ് എന്താണ് പറയുന്നതെന്ന് അദ്ദേഹത്തിന് നിശ്ചയമില്ലാതായി പോയതുപോലെ തോന്നുന്നു. ഈ വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനങ്ങളിലേക്കും പിന്നീട് ദുർവ്യാഖ്യാന വൈകൃതങ്ങളിലേക്കും പോകുന്ന നിലയാണല്ലോ നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. എന്താണ് പ്രശ്നം എന്നുള്ളതാണ് താങ്കളുടെ ചോദ്യം. അദ്ദേഹത്തിന് അതൊന്നും പറയാനില്ല. എന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നത്? പക്ഷേ നമുക്കൊന്ന് സമപ്പ് ചെയ്യാം അതെന്താണെന്നുള്ളതേ. അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും ഇവരുടെ ആവശ്യം എന്താണ്? മന്ത്രി VN വാസവൻ രാജിവെക്കാൻ പോകുന്നില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാര്യം അദ്ദേഹം ഇതിനകത്ത് ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിൽ കുറ്റാരോപിതനല്ല, കുറ്റക്കാരനുമല്ല. ഇനി അദ്ദേഹത്തിന് എന്തിനാണ് അതിൻ്റെ അകത്ത് പിടിച്ചിടുന്നത്? നേരത്തെ ഇവർ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞത് എന്താണ്? പിന്നെ കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യണം, അത് വിട്ടു. ഇപ്പോൾ ഇതായി പിടുത്തം. അത് നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. അടുത്ത എന്താണ് വേണ്ടത്? ഞങ്ങൾക്ക് അമ്മയെ പോലാണ് സോണിയാഗാന്ധി. ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ അമ്മയെ പോലെ അല്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? അവരെ ആരാണ് വലിച്ചഴിച്ചതെന്നേ? അവരെ കൊണ്ടുവരുന്ന എന്തുകൊണ്ടാണ് അവിടെ പോയ സാഹചര്യം? അപ്പോൾ ഇദ്ദേഹം പറയുന്നു ആർക്കും അവിടെ പോവാം, താങ്കൾക്ക് വേണമെങ്കിലും പോവാം. എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. പിന്നെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും RSS മേധാവിയും കഴിഞ്ഞാൽ നാലാമത്തെ ഏറ്റവും Z+ കാറ്റഗറിയുള്ള വ്യക്തിത്വമാണ് സോണിയാഗാന്ധി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നമ്പർ 4 സുരക്ഷയിൽ. അവരുടെ അടുത്തേക്ക് ആർക്കും അനായാസം കയറത്തില്ല എന്നൊക്കെ പറയണമെങ്കിൽ അസാമാന്യമായ ചർമ്മബലം തന്നെ വേണം. അതിനൊന്നും നമുക്ക് മറുപടി പറയാൻ കഴിയില്ല അജിംഷാദെ. കോടതിയിൽ നിന്ന് കാരണം ഇതിനകത്ത് ഒരു ഒറ്റ കാര്യമാണ് ശ്രീ എം ജയചന്ദ്രൻ, ശ്രീ കെ പ്രേംകുമാർ, ശ്രീ ജോജി, ഒറ്റ കാര്യമാണ് നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷം ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന SIT-യുടെ ഈ അന്വേഷണം പോരാ, ഇതിൽ സർക്കാർ ഇടപെടുന്നു, എന്തോ അട്ടിമറിക്കുന്നു, കൃത്യമാകുന്നില്ല, കുറ്റപത്രം സമർപ്പിക്കുന്നു. ഇതാണല്ലോ പ്രതിപക്ഷം പറയുന്നത്. ഇന്ന് കോടതിയിൽ നിന്ന് ഏറ്റ തിരിച്ചടിക്ക് തൊട്ട് മുമ്പ്, അതായത് രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള BJP-ക്കാർ അവിടേക്ക് കൊണ്ടുപോയ ഹർജി, ആ ഹർജിയെ വലിച്ചെറിഞ്ഞുകൊണ്ട് കോടതി പറയുന്ന ചില കാര്യങ്ങളുണ്ട്, നിരീക്ഷണങ്ങളുണ്ട്. അത് നമ്മൾ നേരത്തെ ചർച്ചയിൽ എടുത്തെടുത്ത് പറഞ്ഞതാണ്. ആ കോടതിയുടെ നിരീക്ഷണങ്ങളും വിമർശനങ്ങളും വരുന്നതിന് തൊട്ട് മുമ്പ് വരെ VD സതീശൻ പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഒന്ന് VD സതീശനെ പ്ലേ ചെയ്യൂ. അതല്ല, ജയചന്ദ്ര സാറിലേക്ക് തന്നെ തിരിച്ചെത്താം. കൊള്ളയെ കുറിച്ചുള്ള SIT-യുടെ അന്വേഷണം ഏതാണ്ട് നിലച്ചിരിക്കുകയാണ്. 90 ദിവസം കഴിഞ്ഞിട്ടും പ്രാഥമിക കുറ്റപത്രം പോലും കൊടുക്കാതെ, കുറ്റപത്രം കൊടുത്തില്ല, പ്രാഥമിക കുറ്റപത്രം പോലും കൊടുക്കാതെ പ്രതികൾ ഒന്നൊന്നായി ജയിലിലിറങ്ങിയാണ്. ഏത് കോടതിയാണ് പ്രതിപക്ഷത്തെ വിമർശിച്ചത്? ശബരിമല വിഷയത്തിൽ കോടതി വിമർശിച്ചിട്ടുള്ളത് SIT-യാണ്. SIT ഞങ്ങൾ പറഞ്ഞു, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അന്വേഷണം മരവിപ്പിച്ചു. സെയിം കാര്യം കോടതി പറഞ്ഞല്ലോ. പച്ചക്കള്ളം. ഇത്ര പെട്ടെന്ന് അത് പൊളിയുമെന്ന് VD സതീശൻ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. കോടതിയുടെ നിരീക്ഷണം ഇത് ഈ ദോശയും അപ്പവും ഒക്കെ മറിച്ചിടുന്നത് പോലെയല്ല. ഇത് മർദ്ദനം പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ അടിപിടി പോലെയോ അല്ല. ഇത് വളരെ കോംപ്ലിക്കേറ്റഡായ വിഷയമാണ്. ഇതിന് വളരെ അവധാനതയോടുകൂടി വളരെ അവഗാഹത്തിൽ ഇറങ്ങി വന്ന് അനുധാവനം ചെയ്യേണ്ട വിഷയമാണ് എന്ന് കോടതി പറയുന്നു. അല്ലേ ശ്രീ എം ജയചന്ദ്രൻ? ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പച്ചക്കള്ളം എന്ന് തന്നെ പറയണ്ടേ? അല്ല, പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഈ പിന്നെ ജാമ്യാപേക്ഷയുമായി സിംഗിൾ ജഡ്ജ് ഉണ്ടല്ലോ, സിംഗിൾ ബെഞ്ച് ജഡ്ജ് ബദറുദ്ദീൻ, ജസ്റ്റിസ് ബദറുദ്ദീൻ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം
നടത്തിയ ചില പരാമർശങ്ങളുണ്ടല്ലോ, അതാണ് വേദവാക്യം പോലെ നിരന്തരമായിട്ട് പക്ഷേ ഡിവിഷൻ ബെഞ്ച് ഇതിൽ ആധികാരികമായി പറയാൻ ഡിവിഷൻ ബെഞ്ച് എന്താണ് പറഞ്ഞത്? അതാണ് ഇന്നും മേൽനോട്ടത്തിലാണ് SIT അന്വേഷിക്കുന്നത്. ആ കേസിനെ അല്ല ആ കേസിനെ സംബന്ധിച്ച് അജിംഷാദെ, ആ കേസിനെ സംബന്ധിച്ച് അവരുടെ മേൽനോട്ടത്തിരിക്കുന്ന കേസിനെ സംബന്ധിച്ച് അവർ നടത്തുന്ന നിരീക്ഷണങ്ങൾ, അവർ നൽകിയിട്ടുള്ള ഇടക്കാല ഉത്തരവുകൾ, ഇതിനെ മറികടന്ന് ഒരു നിരീക്ഷണമോ ഇടപെടലോ നിർദ്ദേശമോ നൽകാൻ ഒരു സിംഗിൾ ജഡ്ജിന് അധികാരമില്ല. അമിതാധികാരമാണ് കാണിച്ചത്. അത് ഏത് നിലയ്ക്കാണെന്നുള്ളത് അത് പിന്നീട് പരിശോധിക്കപ്പെട്ടോളും, അത് വേറെ കാര്യം. പക്ഷേ അതേ പിടിച്ച് പറയുമ്പോൾ എന്താണ് അടിസ്ഥാന വസ്തുത? ഈ ഡിവിഷൻ ബെഞ്ച് നൽകിയിട്ടുള്ള ഉത്തരവുകൾ, ഏറ്റവും ഒടുവിൽ ജനുവരി 19 വരെ നൽകിയിട്ടുള്ള ഉത്തരവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. VD സതീശൻ്റെ മുമ്പിലുമുണ്ട്, ജോജിയുടെ മുമ്പിലുമുണ്ട്, പ്രേംകുമാറിൻ്റെ മുമ്പിലും താങ്കളുടെ മുമ്പിലുമുണ്ട്. അത് നിലനിൽക്കെ ഇങ്ങനെ പരസ്യമായി ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാണ്? അപ്പോൾ ആ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള കൃത്യമായ പ്രഹരമാണ് ഇന്ന് കിട്ടിയത്. ഇന്ന് കിട്ടിയ ആ പ്രഹരത്തോടു കൂടി ഇനി എന്താണ് സംഭവിക്കേണ്ടത്? ഇനി സംഭവിക്കേണ്ടത് ഇതിട്ടിട്ട് വഴിയിലിട്ടിട്ട് പോവുകയല്ല. ഞാൻ ഒരിക്കൽ സമഗ്രമാണ് വഴിയിലിട്ടിട്ട് പോവുക.